നമസ്കാരം. ഇന്ത്യ ബംഗ്ലാദേശ് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ക്രിക്കറ്റ് മൈതാനത്ത് ഇന്ത്യയുടെ അണ്ടർ-19 പടയുടെ സമ്പൂർണ്ണ വിജയം. അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ വിജയം കുറിച്ച് ഇന്ത്യ സൂപ്പർ 6 റൗണ്ടിൽ പ്രവേശിച്ചു. ആവേശകരമായ പോരാട്ടത്തിൽ 18 റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത്. വിഹാൻ മൽഹോത്രയുടെ തകർപ്പൻ ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 239 റൺസ് എന്ന മികച്ച സ്കോറാണ് പടുത്തുയർത്തിയത്. എന്നാൽ ബംഗ്ലാദേശിന്റെ മറുപടി ബാറ്റിംഗിനിടെ മഴ എത്തിയതോടെ കളി തടസ്സപ്പെട്ടു. തുടർന്ന് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം 29 ഓവറിൽ 165 റൺസായി പുനർനിശ്ചയിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് 28.3 ഓവറിൽ 146 റൺസിന് എല്ലാവരെയും നഷ്ടമായി. അവസാന ഓവറുകളിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൗളർമാർ കളി കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു. അണ്ടർ-19 ടീം മൈതാനത്ത് പോരാടുമ്പോൾ സീനിയർ ടീമിന്റെ സുരക്ഷ മുൻനിർത്തി വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കില്ല എന്ന നിലപാടിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. ശനിയാഴ്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 2026 T20 ലോകകപ്പിനായി ഇന്ത്യയിലേക്കില്ലെന്ന് ആവർത്തിച്ച് ബംഗ്ലാദേശ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ICCയുടെ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാണ് BCB ഔദ്യോഗികമായി അഭ്യർത്ഥിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സുരക്ഷാ ആശങ്കകളും പരിഗണിച്ച് ഇന്ത്യയിൽ കളിക്കുക അസാധ്യമാണ്. ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാണ് BCBയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നിലവിലെ രാഷ്ട്രീയ അസ്വാരസ്യങ്ങളാണ് ക്രിക്കറ്റിനെയും ബാധിച്ചിരിക്കുന്നതെന്നതാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പിന്മാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. ഈ ഘട്ടത്തിലാണ് അണ്ടർ-19 ബംഗ്ലാദേശിന് മേൽ നേടിയ വിജയം പ്രസക്തമാകുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BCB കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്. നേരത്തെ സമാനമായ കാരണങ്ങളാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിച്ചിരുന്നു. ഇപ്പോൾ അതേ മാതൃകയിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ നീങ്ങുന്നത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ആവശ്യം ICC എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് ഇതിൽ പ്രധാനമാണ്. ഏഷ്യൻ ക്രിക്കറ്റിലെ കരുത്തരായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഭിന്നത വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളുടെ നടത്തിപ്പിനെ ബാധിച്ചേക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അണ്ടർ-19 ലോകകപ്പ് വേദിയിലും ദൃശ്യമായിരുന്നു. ടോസിനിടെ ഇന്ത്യൻ നായകൻ ആയുഷ് മാത്രയും ബംഗ്ലാദേശ് നായകൻ അസീസുൽ ഹക്കീം തമീം പരസ്പരം കൈകൊടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലം മുസ്തഫിസുർ റഹ്മാനെ IPL നിന്നും വിലക്കിയതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. 2026 IPL സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലുണ്ടായിരുന്ന ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കാൻ BCCI നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ ചില സംഘടനകൾ സമ്മർദ്ദം ചെലുത്തിയതാണ് ഇതിന് പിന്നിലെന്നും പറയപ്പെടുന്നുണ്ട്. ഒരു ബംഗ്ലാദേശ് താരം പോലും ഇന്ത്യയിൽ സുരക്ഷിതനല്ല എങ്കിൽ മുഴുവൻ ടീമിനെയും ഇന്ത്യയിലേക്ക് അയക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നങ്ങൾ കേവലം കായിക രംഗത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. അതിന് ആഴത്തിലുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ കാരണങ്ങളുണ്ട്. 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയതാണ് പ്രധാന പ്രശ്നം. ഹസീനയുടെ ഭരണകൂടവുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഹസീനയെ വിട്ടുനൽകണമെന്ന് ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ മുൻപുണ്ടാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് വിസ സേവനങ്ങളിലും നിയന്ത്രണങ്ങൾ വന്നു. ഇത് ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തെ ബാധിച്ചിരുന്നു. മാത്രമല്ല, ബംഗ്ലാദേശിൽ ആസൂത്രിതമായി ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അതിനെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന പ്രതിഷേധങ്ങളും ബന്ധം കൂടുതൽ വഷളാക്കി. ചുരുക്കത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയും ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലെ അഭയവുമാണ് പ്രശ്നങ്ങളുടെ കാതൽ. എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു. ഇത് തന്നെയാണ് ബംഗ്ലാദേശിനെ ചൊടിപ്പിച്ചത്. ഈ നയതന്ത്ര പ്രശ്നങ്ങൾ ഇപ്പോൾ മൈതാനത്തേക്കും പടർന്നിരിക്കുകയാണ്.